أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രധാനമായ ഒരു കാര്യമാണ്, അത് മറ്റൊന്നുമല്ല, അല്ലാഹു തആല ആണ് ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിത്വത്തിൽ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിൽ നല്ലതും ചീത്തയുമുണ്ട്. വളരെ ഉപദ്രവമുള്ള വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്, ഉപദ്രവമല്ലാത്ത വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഉപദ്രവമുള്ള വസ്തുക്കളെ കൊണ്ട് മറ്റുള്ളവർക്ക് വളരെ കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഇതിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം കൂടി നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ അതിന് പ്രത്യേകമായ ഖുർആനിലൂടെ ദിക്റുകളും ഖുർആനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുന്നു, അത് കിതാബിലൂടെ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമുക്കിത് അറിയാൻ പാടില്ല എങ്കിൽ പണ്ഡിതന്മാർ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അവർ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ആ ഉപദ്രവത്തിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഉപദ്രവകരമായ വസ്തുക്കളാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ, അതിനുള്ളൊരു വഴിയാണ് ഈ ദിക്റെന്ന് പറയുന്നത്. ദിക്റെന്നും ഖുർആനും എന്നൊക്കെ പറയുന്ന വഴികളും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഉപദ്രവകാരികളായ വസ്തുക്കളെന്ന് പറഞ്ഞാൽ കൊച്ചുകാര്യമായിട്ട് ആരും കണക്കൂട്ടരുത്. വലിയ സംഭവങ്ങളാണ്, വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഉപദ്രവകാരികളായ വസ്തുക്കളെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാം സാധനങ്ങൾ, എന്തെല്ലാം ജീവജാലങ്ങൾ ഈ ഭൂമി ലോകത്ത് കിടക്കുന്ന മനുഷ്യനെ ഉപദ്രവം ചെയ്യുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഈ ലോകത്തില്ലേ, മറ്റു വസ്തുക്കൾ ഈ ലോകത്തില്ലേ മനുഷ്യന് ഉപദ്രവം ചെയ്യുന്ന, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനെ എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുന്നു. പക്ഷേ അതിനെല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള വഴികളും അല്ലാഹു തആല മനുഷ്യർക്ക് തന്നിരിക്കുന്നു. അത് നോക്കി നമ്മൾ അതിൻ്റേതായ രീതിയിൽ കൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ചിലപ്പോൾ കഴിയുമ്പോൾ ആ ദിക്ർ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആ ദിക്ർ ചെല്ലുമ്പോൾ അത് വളരെ കറക്റ്റായിട്ട് ഇരുന്നു കൊണ്ട് ആ ദിക്ർ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് അങ്ങ് രക്ഷപ്പെടാൻ കഴിയും. അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഈ ദിക്ർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വലിയ പാടെന്നുള്ള ദിക്റൊന്നുമല്ല, ആർക്കും അത് ചെല്ലാവുന്ന കാര്യങ്ങളാണ്. വേറൊന്നുമല്ല, ബിസ്മില്ലാഹി അഊദു ബില്ലാഹി മിൻ അഊദു ബില്ലാഹി വ ഖുദ്റതിഹി. ഒന്നും കൂടി എടുത്തു പറഞ്ഞാൽ ബിസ്മില്ലാഹി അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജ്ദ വ ഉഹാദിർ. ഇതാണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. ഈ ദിക്ർ അങ്ങ് ചൊല്ലി പഠിച്ചിട്ട് ഇതൊരു 33 പ്രാവശ്യം കുറഞ്ഞത് ഒരു ദിവസം നിങ്ങൾ ചെല്ലണം. അങ്ങനെ ഒരു 7 ദിവസം ഇത് അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് ചെല്ലുകയും മറ്റ് ദിവസങ്ങളിലും ഇത് 1-2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ചെല്ലിക്കൊണ്ടങ്ങ് നിറയ്ക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ? നമസ്കാരത്തിന് ശേഷം അല്ലാത്ത സമയങ്ങളെല്ലാം ഈ ദിക്ർ ചെയ്യുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓരോ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരായാലും ഞാൻ പറയുകയാണ്, പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായ കാര്യങ്ങളാണ് അപ്പോൾ സംസാരം എന്ന് പറയുന്നത്. ആ സംസാരം എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുന്നിടം വരെ ആ സംസാരമാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് ഇതുപോലുള്ള ഈ നല്ല കാര്യങ്ങൾ, ഈ ദിക്റുകൾ, ഈ ഖുർആനുകൾ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എത്രയോ മഹത്വമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതാണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുമ്പോൾ പിന്നെ മറ്റൊരു ഗുണങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് വലിയ വേദന അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ബിസ്മില്ലാഹി എന്ന് പറയുന്നത് ഒരു 7 പ്രാവശ്യം നമ്മളെ ചെല്ലിയിട്ട് നമ്മളെ കയ്യിലൊന്ന് ഊതിയിട്ട് നമ്മൾ ആ ശരീരത്തിൻ്റെ ഭാഗം മൊത്തം തടവുക. എന്നിട്ട് ബാക്കി ഉള്ളത് ഒരു 33 പ്രാവശ്യം കൂടി ചെല്ലിയിട്ട് അത് കയ്യിൽ ഇങ്ങനെ ഊതിയിട്ട് അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ആ വേദനയുള്ള ഭാഗങ്ങളിലും അല്ലാത്ത മൊത്തത്തിൽ ആ ശരീരത്ത് ഒന്നങ്ങ് തടവിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള വേദനകളും വല്ല ബുദ്ധിമുട്ടുകളും മറ്റു പ്രയാസങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാറ്റിത്തരുന്നതുമാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഞാൻ പറഞ്ഞതനുസരിച്ച്, നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇത്ര ദിക്റുകൾ ഒരു ദിവസം നിങ്ങൾ ചെല്ലണം. ചെല്ലിയാൽ ഏറ്റവും നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുന്നതിനും അത് കേൾക്കുന്നതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തും തരട്ടെ.
കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്നവർക്കും പടച്ചവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകട്ടെ. തൽക്കാലം ഇതിപ്പോൾ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണമെന്ന് കൂടി ഇതോടൊപ്പം അറിയിക്കുകയാണ്.